Hi students, welcome to Procure PT powered by Janiman Academy. ലോകത്തിലെ ഏത് ഭാഗത്തുള്ള മലയാളികൾക്കാണെങ്കിലും നിങ്ങളിപ്പോൾ പി ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊക്യൂർ പി ടിയിലേക്ക് കോൺടാക്ട് ചെയ്യാം. പേഴ്സണലൈസ് കോച്ചിങ് അവൈലബിൾ ആണ്. നിങ്ങളുടെ സമയത്തിന് നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. ഇനി ഷിഫ്റ്റ്, ഒരുപാട് ജോലി, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു ടൈം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. www.janimanacademy.com അല്ലെങ്കിൽ www.procurept.com എന്ന വെബ്സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് കോഴ്സസ് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഓൾഡ് കോഴ്സസ് ഉണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അത് ഫുൾ കോഴ്സായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അത് പി ടി കോർ ആണെങ്കിലും പി ടി അക്കാഡമിക് ആണെങ്കിലും പി ടി അക്കാഡമിക് UKV ആണെങ്കിലും ഫുൾ കോഴ്സായിട്ടും അവൈലബിൾ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഫുൾ കോഴ്സ് വേണ്ട, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാർട്ട് മതിയെങ്കിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ അകത്ത് കോഴ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തന്നേക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇന്ന് നമ്മൾ സ്പീക്കിങ്ങിൽ റീഡ് അലൗഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന് മുന്നായിട്ട് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യണം. ജൂലൈ 31 വരെ എക്സാം എഴുതുന്ന കുട്ടികൾ, അതായത് ജൂലൈ 31, 2024 എക്സാം, ആ ദിവസം വരെ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് എപ്പോഴും ഓർമ്മ വേണം, നിങ്ങൾക്ക് സ്പീക്കിങ്ങിൽ 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ മറക്കരുത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ വാച്ച് ചെയ്യുക. 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിന് മാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ അത് പെട്ടെന്ന് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കും. ഓക്കെ, ഞാനിപ്പോൾ റീഡ് അലൗഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റീഡ് അലൗഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ്, ഒരു ഹൈ പ്രയോറിറ്റി ടാസ്ക് ആണ്. ഒരു 6 to 7 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതൊരു ഹൈ പ്രയോറിറ്റി ആണ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അത് റീഡിങ്ങിലേക്കും അതിന്റെ മാർക്ക് പോകുന്നുണ്ടാവും, സ്പീക്കിങ്ങിലേക്കും അതിന്റെ മാർക്ക് പോകുന്നുണ്ടാവും. സോ റീഡിങ് ബുദ്ധിമുട്ടുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കും. നിങ്ങൾക്ക് റീഡിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ റീഡ് അലൗഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതേപോലെ ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ റീഡിങ്ങിലേക്ക് മാർക്ക് കോൺട്രിബ്യൂട്ട് ആവുന്ന 2-3 ടാസ്കുകളുണ്ട്, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, റീഡ് അലൗഡ് എപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു 70+ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം പ്രാക്ടീസ് ചെയ്യാതെ 2-3 എണ്ണത്തിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരെണ്ണം മാത്രം പ്രീമിയം മെമ്പർ എടുക്കാം, മറ്റേലൊക്കെ ഫ്രീ അക്കൗണ്ടുകൾ എടുക്കുക. ഫ്രീ അക്കൗണ്ടിൻ്റെ അകത്താണെങ്കിലും ഡെയിലി 5-6 എണ്ണം വെച്ചിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് രണ്ട് വെബ്സൈറ്റ്സിൽ ഞാൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ യൂഷ്വലി ഞാൻ എക്സാമിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഗുരുലി, ആൽഫ PT ആൻഡ് ലാംഗ്വേജ് അക്കാഡമി ആയിരുന്നു. ലാംഗ്വേജ് അക്കാഡമി ആ സമയത്ത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു, എത്ര വേണേലും പർച്ചേസ് മീൻസ് എത്ര വേണേലും പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഇപ്പൊ പക്ഷെ അതും പെയ്ഡ് ആക്കിയിട്ടുണ്ട്. സോ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പെയ്ഡ് എടുക്കുക, അതിന് ബാക്കി 2 എണ്ണത്തിലും ചെയ്തു നോക്കും. കാരണം എല്ലാത്തിലും സ്കോറിങ്ങിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഗുരുലിയിലാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു സ്പീക്കിങ്ങിൽ അത്യാവശ്യം ഒരു 50% എങ്കിലും കണ്ടന്റ് നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 50% എബോവ് കണ്ടന്റ് നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടന്റിനും പ്രൊനൗൺസിയേഷനും നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ ഉള്ളത് ഫ്ലുവൻസി മാത്രമേ ഉള്ളൂ. ലാഗ് ഇല്ലാതെ പറഞ്ഞാൽ ഫ്ലുവൻസിക്ക് മാർക്ക് കിട്ടും. പക്ഷേ ആൽഫ PTയിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും, അവരുടെ സ്കോറിങ് കുറച്ചുകൂടെ ടൈറ്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ആൽഫ PTയിൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും, ഓരോന്നിനും വ്യത്യാസമുണ്ട്. സോ സ്പീക്കിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു വാട്ട് ഇസ് റീഡ് അലൗഡ്. റീഡ് അലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീക്കിങ്ങിൽ ഫസ്റ്റ് പാർട്ട് 1 സ്പീക്കിങ്ങിൽ ആദ്യത്തെ ടാസ്ക് ആണ്, സ്കോറിംഗ് ഉള്ള ആദ്യത്തെ ടാസ്ക് ആണ് റീഡ് അലൗഡ് എന്ന് പറഞ്ഞാൽ. റീഡ് അലൗഡ് എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് നമുക്ക് തരും. ആ പാസേജ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്കൊരു പ്രിപ്പറേഷൻ ടൈം ആയിട്ട് ഒരു 40 സെക്കൻഡ്സ് അല്ലെങ്കിൽ 35 സെക്കൻഡ് സമയം നമുക്ക് ഉണ്ടായിരിക്കും. ആ ടൈമിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം. പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മുടെ ഹെഡ്ഫോണിൽ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. ബീപ്പ് സൗണ്ട് കേട്ടതിന് ശേഷം നമ്മുടെ റെക്കോർഡിംഗ് ബാർ മൂവ് ആവുന്നത് കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ വായിച്ചു തുടങ്ങാവൂ. അതിന് മുന്നേ നമ്മൾ വായിച്ച് നമ്മുടെ ആദ്യത്തെ വാക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വേർഡ് നമ്മൾ മിസ് ഔട്ട് ആയി പോകും, അത് റെക്കോർഡ് ആകാതെ ആയി പോകും. സോ റെക്കോർഡിംഗ് ബാർ സ്റ്റാർട്ട് ആയതിനു ശേഷം നമ്മൾ വായിച്ചു തുടങ്ങാം. ഓക്കെ, വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എവിടെയൊക്കെയാണോ ഫുൾ സ്റ്റോപ്പ് ഉള്ളത്, എവിടെയൊക്കെയാണ് കോമ ഉള്ളത്, അവിടെ ചെറിയൊരു സ്ലൈറ്റ് പോസ്, അതിനായിട്ട് വലിയൊരു പോസ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു സ്ലൈറ്റ് പോസ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, പിന്നെ വായിച്ചു വരുമ്പം എന്തെങ്കിലും വേർഡ് നിങ്ങൾ അറിയാണ്ട് മിസ്റ്റേക്ക് ആയി പോയെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ
നിൽക്കണ്ട, അത് അങ്ങനെ അങ്ങ് പോവുക. അത് അങ്ങനെ അങ്ങ് പോവാൻ ഞാൻ പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, സ്പീക്കിങ്ങിൽ എല്ലാത്തിലും മാർക്ക് വരുന്നതെന്ന് വെച്ചാല് കണ്ടന്റ്, ഫ്ലുവൻസി ആൻഡ് പ്രൊനൗൺസിയേഷൻ. ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡിൽ പറയുന്നതിനല്ല ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ, ഫ്ലോ ഓഫ് ആ സ്പീച്ച്. ചില ആൾക്കാർ പറയും സ്പീഡിൽ പറഞ്ഞ ഫ്ലുവൻസിക്ക് മാർക്ക് കിട്ടില്ല. സ്പീഡിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഫ്ലുവൻസിക്ക് മാർക്ക് കിട്ടും, പക്ഷെ അവിടെ നിങ്ങളുടെ കണ്ടന്റ് അവിടെ കുറയും. അപ്പൊ ഫ്ലോ ഓഫ് ആ സ്പീച്ച്, നമ്മളുടെ ആ സ്പീച്ചിന്റെ ഒരു ഫ്ലോ, നിങ്ങൾ ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എത്ര സ്പീഡിലാണോ നിങ്ങൾ സംസാരിക്കുന്നത് അതേ രീതിയിൽ വേണം നിങ്ങൾ വായിക്കാനായിട്ട്. ഓക്കെ. അപ്പം നല്ല നല്ല സ്പീഡിൽ അങ്ങോട്ട് വായിച്ചു പോയാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്ത് ഭയങ്കര സ്പീഡിൽ സംസാരിച്ച് എന്താ സംഭവിക്കുന്നത്, അവർക്കൊന്നും മനസ്സിലാവത്തില്ല. നമ്മളങ്ങ് പറഞ്ഞു അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാവത്തില്ല. അതേപോലെ തന്നെ നമ്മൾ ഭയങ്കര സ്പീഡിൽ വായിച്ച ഫ്ലുവൻസി ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷെ കണ്ടന്റ് അവിടെ ക്യാച്ച് ആകത്തില്ല, അവിടെ വ്യക്തമാകാതായി പോകും. ഓക്കെ. എന്നാൽ ഭയങ്കര പയ്യെ 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 ലാഗ് ചെയ്ത് വായിച്ചാൽ നമുക്ക് ഫ്ലുവൻസി നഷ്ടപ്പെടും, ചിലപ്പോൾ കണ്ടന്റിന്റെ മാർക്ക് കിട്ടുമായിരിക്കും. സോ നമ്മളെ ഫ്ലോ ഓഫ് എ സ്പീച്ച് എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന അതേ സ്പീഡിൽ വേണം നമ്മൾ വായിക്കാനായിട്ട്. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾ വായിച്ചപ്പോൾ തെറ്റിപ്പോയെന്ന് വിചാരിച്ചു, അത് കറക്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ആ രീതിയിൽ വായിച്ചു പോകാൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങളുടെ ഫ്ലുവൻസി അവിടെ നഷ്ടപ്പെടും. നമ്മൾ തമ്മിൽ ഒരു അടിപൊളി ഹൈവേയിൽ വണ്ടി നല്ല രീതിയിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരാൻ നേരത്തെ പെട്ടെന്നൊരു ഹമ്പ് ഉണ്ട്. ഓക്കെ. അപ്പൊ പെട്ടെന്ന് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യണം. സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നു, അത് സ്ലോ ആവുന്നു. പിന്നെയും നമ്മൾ അതേ സ്പീഡിലേക്ക് വരണമെങ്കിൽ നമ്മൾ സ്പീഡ് ആക്കി ഗിയർ ചേഞ്ച് ചെയ്ത് പിന്നെ പയ്യെ പയ്യെ നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക് എത്തത്തുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു സ്മൂത്ത് ഫ്ലോ നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെയാണ് ഇത്, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നു, ആ മിസ്റ്റേക്ക് നമ്മൾ കറക്റ്റ് ചെയ്യാൻ നിന്നാലോ അവിടെ നമ്മുടെ ഫ്ലോ നഷ്ടപ്പെട്ട് നമ്മൾ വീണ്ടും ആ ഒരു ഫ്ലോയിലേക്ക് വരേണ്ടി വരും. സോ അഥവാ ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് കറക്റ്റ് ചെയ്യാൻ നിൽക്കരുത്, നിങ്ങൾ വായിച്ചു പോവാ. ഇനി ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് വായിക്കാൻ അറിയത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ മുകളിൽ കടന്ന് ഗുസ്തി വിടരുത്, അത് വായിക്കണ്ട, വിട്ടിച്ച് പോവാ. സ്കിപ്പ് ചെയ്ത് വായിക്കാൻ പഠിക്കുക. നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു പാസേജിൽ ഒരു 10 വാക്കൊന്നും മിസ് ചെയ്തേക്കരുത്. ഓക്കെ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങളിപ്പം നിങ്ങൾക്ക് വായിക്കാൻ ഒരു 40 സെക്കൻഡ് സമയമാണ്, നിങ്ങളൊരു 30 സെക്കൻഡ് ആയപ്പം വായിച്ചു തീർന്നു കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക, പോവുക. ഓക്കെ. അല്ലെങ്കിൽ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിപ്സ് സ്റ്റോപ്പ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. കാരണം 30 സെക്കൻഡിനും 40 സെക്കൻഡിനും ഇടയിൽ നിങ്ങൾ തുമ്മുവോ ചുമയ്ക്കുകയോ അറിയാണ്ട് എന്തെങ്കിലും പറയുകയോ ചെയ്താൽ ഇതെല്ലാം നിങ്ങളുടെ ഫ്ലുവൻസിനെ എഫക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഞാനിപ്പം ആൽഫ പിറ്റിയിലും ഗുരുളിയിലും രണ്ടിലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഏറ്റവും നന്നായിട്ട് സ്കോർ ലൈക്ക് 79+ സ്കോർ വേണ്ട ആൾക്കാർ, 65+ സ്കോർ വേണ്ട ആൾക്കാർ, 55+, പിന്നെ 35+, 29 ഒക്കെ സ്കോർ വേണ്ട ആൾക്കാർ എങ്ങനെയൊക്കെ വായിക്കണ്ടേ എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ഒരു റീഡ് അലൗഡ്. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ ടൈം തരാം. അപ്പം ഇതിൻ്റെ അകത്ത് ഇത് കാണിച്ചിട്ടില്ല, ഒരു മിനിറ്റ്. പാസേജ് അവിടെ കാണിച്ചിട്ടില്ല, നെറ്റിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. നെറ്റിന്റെ ഇഷ്യൂ വരുമ്പോഴത്തേനും നമുക്ക് ചിലപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ നമുക്ക് നെറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലുവൻസിക്കകത്തും ഇത് കാണിക്കത്തില്ല കേട്ടോ. ഫ്ലുവൻസി തീരെ കുറവായിട്ട് കാണിക്കുക, അതായത് നമ്മൾ പറയുന്ന വേർഡ്സ് അവിടെ ക്യാച്ച് ആകാണ്ടായി പോകുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ. ഇതിന്റെ അകത്ത് ഞാൻ കുറച്ച് വേർഡ്സ് സ്കിപ്പ് ചെയ്തിട്ട് വായിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, ഫുള്ളായിട്ട് എങ്ങനെയാ വായിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ. ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ച് വേർഡ്സ് സ്കിപ്പ് ചെയ്തൊന്ന് വായിച്ചു നോക്കാം. Variations kept they alive from the mid 19th century onwards. When mass literacy grew, adventure became a popular submage of fiction. Although not exploited to its fullest, adventure has seen many changes over the years, from being constrained to stories of knights in armor to stories of high tech. Okay. ഇതിൻ്റെ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതിൻ്റെ അകത്ത് എനിക്ക് 2-3 വാക്കുകൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, പിന്നെ എനിക്ക് ഇവിടെയാണെങ്കിൽ ഞാൻ സബ്മേർജ് എന്നായിരുന്നു വായിച്ചത്, കാരണം അവിടെ എനിക്ക് തെറ്റ് പറ്റാത്ത രീതിയിൽ ഞാൻ ആ ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു രീതിയിൽ വായിച്ചു പോയിട്ടുണ്ടായിരുന്നു. അല്ലാതെ സബ് ജെൻഡർ എന്ന് പറഞ്ഞിട്ട് വായിച്ച് കഷ്ടപ്പെട്ടില്ല, സബ്മേർജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ചു. അപ്പൊ അവിടെ നമ്മുടെ ഫ്ലുവൻസി വലുതായിട്ട് ഇതാവും. അതാണ്ട് ഇവിടെ ഞാൻ കുറെ കാര്യങ്ങൾ വായിക്കാത്ത, ഇവിടെ 2-3 ഈ ഒരു വേർഡ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫിക്ഷൻ ഒക്കെ വായിച്ചിരുന്നു. ഒരു 3 വേർഡ്
അല്ലെങ്കിൽ 4 വേർഡാണ് ഞാൻ വായിക്കാതിരുന്നത്. പക്ഷെ 2-3 റെഡ് കളർ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ എന്റെ പ്രൊനൗൺസിയേഷൻ ശരിയായിട്ടുണ്ടായിരിക്കത്തില്ല, ചിലപ്പോൾ അവിടെ ഇന്റർനെറ്റിന് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോഴും അങ്ങനെ കാണിക്കും. ഓക്കെ, ഇതിൽ ഗ്രീൻ കാണിക്കുന്നതൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്തതാണ്. മറ്റേത് നമ്മൾ വായിക്കാത്തതോ ഒന്നെങ്കിൽ മിസ്സായി പോയതോ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ പ്രോബ്ലം വന്നതോ ആയിരിക്കാം. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഫുള്ളും വായിക്കുന്ന ഓരോ കോമയും ഇതൊന്നും മിസ് ചെയ്യാതെ എങ്ങനെയാ വായിക്കേണ്ടത് കാണിച്ചു. ഒരു 79+ വേണ്ട ആൾക്കാർ മിസ് ചെയ്യാതെ വേണം വായിക്കാനായിട്ട്. ഒരു 65 ഒക്കെ വേണ്ട ആൾക്കാർക്ക് മിസ് ചെയ്താലും കുഴപ്പമില്ല. അതാണ് ഞാൻ മുമ്പേ കാണിച്ചത്. ഒരു 79+ വേണ്ട ആൾക്കാർ. Television is bound to have a tremendous impact on a child. When a parent is concerned about the effects of television, he should consider several things. What TV offers the child in terms of information and knowledge, how many hours a week a youngster his age should watch television, the impact of violence and sex, and the influence of commercials. ഇവിടെ കുറെ എടുത്ത് ഫുൾ സ്റ്റോപ്പ് കോമ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെയൊക്കെ നമ്മളൊരു സ്ലൈറ്റ് പോസേ കൊടുക്കാവുള്ളൂ. ഒത്തിരി പോസ് ചെയ്താൽ തന്നെ നമുക്ക് അവിടെ ഒരു ലാഗ് കാണിക്കും. ഓക്കെ, ഇവിടെ ഇപ്പൊ സ്കോർ വന്നുണ്ടോ? ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചില കാര്യങ്ങളൊന്നും അവിടെ ക്യാച്ച് ആയിട്ടില്ല. ഒരു 79+ വേണ്ട ആൾക്കാർ ഈ ഒരു രീതിയിൽ വായിക്കണം. അതായത് ഒന്നും നമ്മൾ മിസ് ചെയ്യരുത്. സ്ലൈറ്റ് പോസ് നമ്മൾ ഫുൾ സ്റ്റോപ്പും കോമയും ഉള്ളിടത്ത് മാത്രമേ വായിക്കാവുള്ളൂ. സ്ട്രെസ് കൊടുത്ത്, വേർഡിന് സ്ട്രെസ് കൊടുത്ത് വായിക്കുക. വേർഡിന് സ്ട്രെസ് കൊടുക്കുക എന്ന് പറയുന്നത് വെച്ചാൽ നമുക്കൊരു പാസേജ് വരുമ്പോൾ നമ്മളൊരു ഒരു ഫ്ലോയിൽ വായിച്ചാൽ ഒരേ രീതിയിൽ ഒരേ മോഡുലേഷനിൽ വായിച്ചാൽ വലിയ രസം ഉണ്ടാവത്തില്ല. അപ്പം നമുക്ക് ഒരു പാസേജിൽ വെർബ് വരുന്നതും നൗൺ വരുന്നതും ഒക്കെ വാക്കുകൾക്ക് ഒന്ന് സ്ട്രെസ് കൊടുക്കാം. എന്താണ് വെർബ്, എന്താണ് നൗൺ എന്ന് ചിലപ്പം സംശയം ഉണ്ടായിരിക്കും. വെർബ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ, നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, അതിനൊക്കെയാണ് നൗൺ എന്ന് പറയുന്നത്. പക്ഷെ എക്സാമിന്റെ സമയത്ത് നമുക്ക് അതൊരു വെർബ് ആണോ നൗൺ ആണോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുകയില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു പാസേജ് കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്ന വാക്കുകൾക്ക് അങ്ങ് സ്ട്രെസ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ടെലിവിഷൻ, അവിടെ ടെലിവിഷൻ എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. ടെലിവിഷൻ ഇസ് ബൗണ്ട് ടു ഹാവ് എ ട്രെമൻഡസ് ഇമ്പാക്ട് ഓൺ എ ചൈൽഡ്. അങ്ങനെ സ്ട്രെസ് കൊടുത്ത് വായിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തികൾക്ക് ഒരു 79+ കിട്ടും. ഇനി 65+ വേണ്ട ആൾക്കാർക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേർഡ് അറിയത്തില്ല എങ്കിലും മീൻസ് അത് വായിക്കാൻ നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കിയിട്ട് വായിക്കാം. അതാണ് ഞാൻ മുമ്പേ വായിച്ചു കേൾപ്പിച്ചത്. പിന്നെ 65+ മാത്രമല്ല, ലൈക്ക് 50ക്കും 65ക്കും ഒക്കെ ഇടയിലുള്ള ആൾക്കാർക്ക് പിന്നെ അത് വായിക്കാം. ഇനി നെക്സ്റ്റ് അതായത് 35ക്ക് ബിലോ വേണ്ട കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, 35ക്ക് ബിലോ എന്ന് വെച്ചാൽ ഒരു 28-29 വേണ്ട ആൾക്കാരുണ്ടായിരിക്കും. അതായത് അവര് മെജോറിറ്റിയും അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ 10th പാസ് ആയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ജസ്റ്റ് 10th പാസ് ആയിട്ട് ഉണ്ടായിരിക്കത്തുള്ളൂ. അവർക്ക് പക്ഷെ ആക്ച്വലി ഇതിൻ്റെ അകത്ത് വാക്കുകൾ വായിക്കാൻ അറിയത്തില്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്തുള്ള ഈ പ്രപ്പോസിഷൻസ് അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, ഈസ്, ഇറ്റ്, നിങ്ങൾക്ക് പറ്റുന്ന വാക്കുകൾ മാത്രം വായിച്ചാൽ മതി. ഇപ്പൊ ചൈന എന്നൊന്നും വായിക്കാൻ അറിയത്തില്ലെങ്കിൽ വായിക്കേണ്ട, നിങ്ങൾക്ക് പറ്റുന്ന വാക്കുകൾ മാത്രം വായിക്കും. ഇപ്പൊ ഓൺലൈൻ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് അറിയാം, ടു അറിയാം, അറിയാം, അത് മാത്രം വായിച്ചാൽ മതി. അങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരുവേ. Online said each car, two in a two, and two and in the same way that is for project will to and for us in as soon as July. ഇതിൻ്റെ അകത്ത് വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറക്കിയാണ് ഞാൻ വായിച്ചത്. ഇത് എന്ന് വെച്ചാൽ ഇത് ആർക്കാ വേണ്ട, 29 അല്ലെങ്കിൽ അതിൽ താഴോട്ടോ ഒക്കെ സ്കോർ വേണ്ട ആൾക്കാരുണ്ടായിരിക്കും. ജസ്റ്റ് ഈ ഒരു എക്സാം പാസ്സായാൽ മതി, നിങ്ങൾക്ക് പുറത്ത് നിങ്ങളുടെ ജോലിയും വിസ എല്ലാം റെഡിയാണ്. ഈ ഒരു എക്സാം പാസ്സായാൽ മതി. ഒരു 29 മാർക്കാണ് വേണ്ടത്, പക്ഷെ എനിക്ക് വായിക്കാൻ അറിയില്ല എന്നുള്ള ആൾക്കാർ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഈ ചെറിയ വാക്കുകൾ ഇന്ന്, ഓണ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം വായിച്ചാൽ മതി. എന്നാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സ്കോർ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാ രീതിയിലും സ്കോർ വേണ്ട ആൾക്കാർ, അതായത് ഓക്കെ അങ്ങനെയുള്ള വായിക്കേണ്ട ആൾക്കാർ വായിച്ചപ്പോൾ തന്നെ ഒരു 35 സ്കോർ വന്നിട്ടുണ്ട്. അതായത് റീഡിങ്ങിലേക്കാണ് നിങ്ങൾക്ക് അവിടെ സ്കോർ വന്നിട്ടുള്ളത്. സ്പീക്കിങ്ങിൽ ഒരു ചെറിയ സ്കോർ മാത്രമേ വന്നിട്ടുള്ളൂ. സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് ഇനി അവിടെ സ്കോർ വേണമെങ്കിൽ ഫ്ലുവൻസി ഇച്ചിരി കൂടെ കൂടണം. അതായത് നിങ്ങൾ ഈ ഓൺലൈൻ, ഇറ്റ്, കാർ എന്നൊക്കെ പറഞ്ഞ് വായിച്ച സാധനം ഇച്ചിരി കൂടെ സ്പീഡിൽ വാങ്ങിക്കണം. എനിക്കത് പെട്ടെന്ന് വായിച്ചു വരുമ്പോഴത്തേനും എനിക്കതെല്ലാം കൂടെ കണ്ട് അങ്ങനെ
മെർജ് ചെയ്ത് വരാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്പീക്കിങ്ങിന് മാർക്ക് കൂടണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രൈബ് ഇമേജ് നന്നായിട്ട് ചെയ്താൽ മതി. ഒരു 29 അത്രയും വരെ സ്കോർ വേണ്ട ആൾക്കാർക്ക് സ്പീക്കിങ്ങിന് മാർക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രൈബ് ഇമേജ് നന്നായിട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ കാണിച്ചു തന്നപോലെ നിങ്ങൾ വായിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് റീഡിങ്ങിനുള്ള മാർക്കും നന്നായിട്ട് കൂടും. മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റീഡ് അലൗഡ് ചെയ്യേണ്ടത്. പിന്നെ റീഡ് അലൗഡിൽ വേറൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ ടൈം ആദ്യത്തെ ഒരു 35 സെക്കൻഡ് സമയം തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു 35 സെക്കൻഡ് സമയം നമ്മൾ മനസ്സിൽ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ, എനിക്കിത് വായിക്കാൻ പറ്റുന്നുണ്ട്, എനിക്കിത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ചൈനസ് ബിഗസ്റ്റ് ഓൺലൈൻ എന്നുള്ളത് നമ്മൾ മനസ്സിൽ വായിക്കാം, നമ്മുടെ മനസ്സിൽ അടിപൊളിയായിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ച് നമ്മൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോ. സോ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് വെച്ചാൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെറിയ ശബ്ദത്തിൽ വായിക്കാം. പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെറിയ ശബ്ദത്തിൽ ഉറക്കെ വായിക്കാം. ചൈനസ് ബിഗസ്റ്റ് ഓൺലൈൻ സെർച്ച് കമ്പനി ബൈഡു സെഡ് ഇറ്റ് വുഡ് മേക്ക് സർവ് ഡ്രൈവിംഗ് കാർ ടെക്നോളജി. ആ ഒരു ഇതിൽ വായിച്ചു നോക്കും. ഓക്കെ, ഇനിയിപ്പോ ഞാൻ അതിപ്പോ ആൽഫബറ്റിയിലാണ് കാണിച്ചത്. ഞാനിപ്പം ഗുരുളിയിൽ ഒന്ന് കാണിച്ചു തരാം. ഗുരുളിയിൽ നമ്മളൊരു 50% എബവ് കണ്ടന്റ് നന്നായിട്ട് വായിച്ചാൽ തന്നെ സ്പീക്കിങ്ങിന് നമുക്ക് മീൻസ് കണ്ടന്റ് നമുക്ക് വായിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ഇങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഈറ്റിംഗ് ഡിസോർഡർ ആൻഡ് ഡിസോർഡർഡ് ഈറ്റിംഗ് ഈസ് വെദർ ഓർ നോട്ട് പീപ്പിൾ സിംപ്റ്റംസ് ആൻഡ് എക്സ്പീരിയൻസ് അലൈൻ വിത്ത് ദി criteria defined by the American Psychiatric Association. The term disordered eating is a descriptive phrase, not a diagnosis. Okay. നമുക്ക് ക്ലിക്ക് ടു സ്റ്റാർട്ട് കൊടുക്കാം. The most significant difference between an eating disorder and disordered eating is whether or not a person's symptoms and experiences align with the criteria defined by the American Psychiatric Association. The term disordered eating is a descriptive phrase, not a diagnosis. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എസ് സൗണ്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കുറെ എടുത്ത് എസ് ഉണ്ടായിരുന്നു. സിംറ്റംസ്, ഓക്കെ, പിന്നെന്തായിരുന്നു, ഡയഗ്നോസിസ്, ഓക്കെ, അങ്ങനെ എസ് വരുന്ന സാധനങ്ങൾ, എക്സ്പീരിയൻസസ്, ആ എസ് വരുന്നത് സ്ട്രെസ് ചെയ്ത് പറയണം. മിക്ക ആൾക്കാരും എക്സ്പീരിയൻസ് എന്ന് വായിക്കും, സിംറ്റം എന്ന് വായിക്കും, അപ്പൊ തന്നെ എന്താ നമുക്ക് ആ വേർഡ് ക്യാച്ച് ആകാണ്ടായി. ഓക്കെ, ആ വേർഡിന് നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് അതിൻ്റെ അകത്ത് ഇത്ര ഫ്രീ ആയിട്ട് ചെയ്യേണ്ട എല്ലാം ചെയ്തു തീർന്നു. അതുകൊണ്ടാണ് നമ്മളിത് ജസ്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എത്ര എണ്ണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അതിനകത്ത് ഗുരുലിക്ക് അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും കോൺഫിഡൻസ് കുറയുവാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഗുരുളിയിൽ എടുത്ത് ചെയ്യാം. ഓക്കെ, പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, ഇനിയിപ്പോ ഗുരുളിയിലത്തെ കൂട്ടാണോ അതോ ആൽഫബറ്റിയിലത്തെ കൂട്ടാണോ അതോ ലാംഗ്വേജ് അക്കാഡമിയിലത്തെ കൂട്ടാണോ അതോ വേറെ ഏതെങ്കിലും ആപ്പിളിന്റെ കൂട്ടാണോ നമുക്ക് PT എക്സാമിന് സ്കോർ ചെയ്യുന്നത്. പിയേഴ്സൺകാർ അവരുടെ സ്കോറിംഗ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്കോറിംഗ് അവർ എങ്ങനെയാണ് ചെയ്യുന്നത് ഇതുവരെ എങ്ങും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ആൽഫബറ്റിയുടെ അത്രയൊന്നും അത്ര ടഫ് ആയിരിക്കത്തില്ല, കുറച്ചുകൂടെ ലീനിയന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ എപ്പോഴും ടഫായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എക്സാമിന് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. സോ ഇങ്ങനെയാണ്. സോ ഇനിയിപ്പോ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷന് കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ് സെഷൻ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് ആ ക്ലാസ് വാച്ച് ചെയ്യാം. അതനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന അതിനകത്ത് എല്ലാ ടിപ്പുകളും ആഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ നോട്ട്സും അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനി റെക്കോർഡഡ് സെഷൻ അല്ല, പേഴ്സണലൈസ്ഡ് കോച്ചിങ് തന്നെ വേണമെന്നുണ്ട് ആൾക്കാർക്ക് അതിൻ്റെ അകത്ത് ഇവിടെ എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, പിന്നെ അതേപോലെ കോൺടാക്ട് നമ്പറും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.